ഇടുക്കി മറയൂർ ട്രൈബൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി ആദിവാസി കുടിയിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ പോകാൻ ഗോത്രസാരഥി വാഹനമില്ലാത്തതാണ് സമരം. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് രക്ഷിതാക്കൾക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും സ്കൂളുകളിൽ എത്തുന്നത്. അതിൽ തന്നെ ഈ ട്രൈബൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി ആദിവാസി കുടിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എത്താനുള്ളൊരു സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഗോത്രസാരഥി വാഹനമില്ലാത്തത്? പ്രവിത, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഗോത്രസാരഥി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഈ കുട്ടികളെ വിളിക്കാൻ വേണ്ടി ചമ്പക്കാട് ആദിവാസി ഉന്നതിയിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ട്രൈബൽ ഓഫീസിന് മുൻപിൽ, മറയൂരിലെ ട്രൈബൽ ഓഫീസിന് മുൻപിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 5 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഈ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. അവർക്ക് ഈ ഗോത്രസാരഥി പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ള വാഹനം അവരുടെ ഉന്നതിയിൽ എത്തുകയും അതിനുശേഷം അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി അവർ പറയുന്നത്. എന്നാൽ ട്രൈബൽ ഓഫീസർ ഇവരെ അറിയിച്ചിരിക്കുന്നത് ഇനി ഈ ഗോത്രസാരഥി പദ്ധതി ഉണ്ടാകില്ല എന്നത് അവരെ അറിയിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. എന്നാൽ ട്രൈബൽ ഓഫീസിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് 16 കിലോമീറ്റർ അകലെയുള്ളതാണ് ചമ്പക്കുടി എന്ന് പറയുന്നത്. ഈ ചമ്പക്കുടിയിൽ തന്നെ ഒരു LP സ്കൂളുണ്ട്. അവിടെ പോകാതെ ഈ കുട്ടികൾ മറയൂരിലെ സ്കൂളിലേക്ക് വരുന്നു. അത് നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല. അത്തരം ദൂരം വാഹനം വിടാൻ കഴിയുന്നതല്ല. ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ നിന്ന് മാത്രമേ ഗോത്രസാരഥി പദ്ധതി അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വാഹനം നിർത്തലാക്കിയതെന്നാണ് ട്രൈബൽ ഓഫീസറുടെ ഒരു വിശദീകരണം വരികയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കുട്ടികളും രക്ഷിതാക്കളും പറയുന്നത് ചമ്പക്കാടുള്ള ആദിവാസി ഉന്നതിയിൽ LP സ്കൂളുണ്ട്, പക്ഷേ അവിടെ 19 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. ഇവർ മറയൂരിലെ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അവരുടെ സമരം, ഈ വിദ്യാർത്ഥികളുടെയും ഈ രക്ഷിതാക്കളുടെയും സമരം അവിടെ തുടരുക തന്നെയാണ്. പ്രവിത, ശരി. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.